യെസ്, ആരിഫ് ഹുസൈൻ പറയാം. കുറേ സമയമായി താങ്കളെ കൈപൊക്കുക. അതെ അതെ, കൈപൊക്കി ഒഴിച്ചിലും കൊണ്ട അവസ്ഥയാണ്. അതായത് നമുക്കിവിടെ വിഷയം എന്താണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതെ, ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഫാക്ട്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു കാര്യം പറഞ്ഞത് തീരുമാനമാവും ഇത് ഭരണഘടനാപരമാണോ അല്ലയോ എന്നുള്ളത്. അതിനു പകരം ഒരു വശത്തുള്ള ആളുകൾ ഇവിടെ നെഹ്റുവിന്റെ മുസ്ലിമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ട് എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇതിനെ ഭരണഘടനാ വിരുദ്ധമാക്കാനോ അതല്ലെങ്കിൽ എന്തിനാ അത് ഇവിടെ കൊണ്ടുവരുന്ന പോലെ എനിക്കറിയില്ല. അതിവിടെ ഒരു റെലവൻസും ഇല്ലാത്ത വിഷയമാണ്. കാരണം എന്താണ്, ഇവിടുത്തെ വിഷയം നെഹ്റു മുസ്ലിം ആണോ അല്ലയോ, നെഹ്റുവിന്റെ മുന്നേ ഉള്ള ആളുകൾ മുസ്ലിം ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താണ്, ഒന്നാമത് ആ പറയുന്ന കാര്യത്തോട് എനിക്ക് യോജിക്കാനില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ ആൻസിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഇവിടെ പഴയ ശൂദ്രനോ അല്ലെങ്കിൽ വല്ല ദളിതനൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ പിതാമഹന്മാരോട് ഉണ്ടായിരുന്നത്. അവിടുന്ന് മതം മാറിയാണല്ലോ നമ്മളൊക്കെ ഇവിടെ എത്തിയത്. അപ്പൊ അതൊക്കെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്ററിയിൽ അങ്ങനെ പലതും ഉണ്ടാവും. നമ്മുടെ വിഷയം എന്താണ്, ഇവിടുത്തെ ഈ ഒരു മുസ്ലിം പ്രീണനം അത് വെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിക്കൊണ്ട് അമിതാധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു പ്രവണത, അതില് എന്താണ് ഇവിടുത്തെ വിഷയം? അതിന് ഇവിടെ നെഹ്റുവിന്റെ വല്യാപ്പയോ ഇവിടെ മുസ്ലിം ആവണമെന്നില്ല ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ ഇനിയിപ്പോ അതെ, നമ്മളുടെ സന്ദീപ് വാര്യർ ഇപ്പോ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. പണ്ട് വെറുപ്പിന്റെ കടയിൽ നിന്നാണ് ഇപ്പൊ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയിരിക്കുന്നത് പറയുന്നത്. ഞാൻ പറയുന്നു, സന്ദീപ് വാര്യറിന് വെറുപ്പിന്റെ കടയിൽ നിന്നിട്ടാണെങ്കിലും ഇനിയിപ്പോ സ്നേഹത്തിന്റെ കടയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ മുസ്ലിം പ്രീണനം നടത്താൻ കഴിയും. അതിന് മുസ്ലിം ആവണമെന്നില്ല, വല്യാപ്പയും മുസ്ലിം ആവണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ അവരെടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക്. അതായത് ഈ സോഫ്റ്റ് ബിഗോട്രി എന്ന് പറയുന്ന സാധനം, അതാണ് ഇവിടുത്തെ വിഷയം. മുസ്ലിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ, മുസ്ലിങ്ങളെ നമ്മൾ പിന്തുണച്ചാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന അതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. പക്ഷെ അത് അവരെ ഫേവർ ചെയ്തുകൊണ്ടാണ് എന്ന് വരുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്ക് അത് കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒന്നാമത്തത്. ഇനി ഞാൻ കുറെ കൈ പൊക്കിയതിന്റെ പ്രധാന കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോയിക്കൊണ്ട് അതിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് പകരം ഇത് കൊണ്ടുപോയപ്പോൾ ഇപ്പൊ എന്തായി, ഇത് വഴിമാറി വേറെ ഏതോ പുസ്തകത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ പാടെ, നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇവിടെ സലീം മടവൂർ വളരെ വിദഗ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു ഒപ്പിച്ചു. എന്താണ്, വഖഫിന് തുണ്ട് ഭൂമി വഖഫിന്റെ കയ്യിലില്ല എന്നാണ് സലീം മടവൂർ ഇവിടെ ആവർത്തിച്ച് പറയേണ്ടത്. ഇവിടെ വഖഫിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയില്. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണ് അത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. ബാക്കി നിങ്ങൾ കേട്ടാ മതി. ഏതായാലും ഇത് ഈ ഒരു ചെറിയ പുള്ളിയല്ല. ഇസ്ലാം മതത്തിനകത്ത് വലിയ തോതിലുള്ള നിങ്ങൾക്ക് സമയം വരുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം നിങ്ങൾ തയ്യാറായി നമുക്ക് പോവാം. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വഖഫിന് ഭൂമി ഉണ്ട് എന്ന് പറയുന്നു. വഖഫിന്റെ ആള് തന്നെ ഇവിടെ നിന്നിട്ട് വഖഫ് ബോർഡ് മെമ്പർമാർ നിന്ന് സംസാരിക്കാൻ നമ്മൾ കേട്ടതാണ്. പാർലമെന്റ് പോലും ഇരിക്കുന്നത് അത് വഖഫ് ഭൂമിയിലാണെന്നാ പറയുന്നത്. അതുപോലെ അവിടെ എയർപോർട്ട് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. നിങ്ങൾ ചോദിച്ചല്ലോ, തർക്കഭൂമി എവിടെയെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ എവിടുത്തെ ചോദ്യം ചോദിക്കണം എന്നാണ് ഞാൻ ചോദിക്കുക. ഇത് തർക്കഭൂമി ആവുന്നത് എപ്പോഴാണ്? ഇത് ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴല്ല ഈ തർക്കഭൂമി ആവുന്നത്. വെറുതെ കിടക്കുന്ന ഒരു ഭൂമി വന്ന് ഇത് ഇതേപോലെ ഇപ്പത്തെ കഴിഞ്ഞ ദിവസം ചെല്ലാനത്തെ വിവരം നമ്മൾ കണ്ടു. ആർക്കും അറിയില്ല അത് വഖഫ് ഭൂമിയാണോ അല്ലയോന്നൊന്നും. പക്ഷെ ആരോ കയറി തപ്പി നോക്കിയപ്പോൾ അതും കിടക്കുന്നത് വഖഫ് ഭൂമിയിൽ. അപ്പോഴല്ലേ അത് തർക്കമാവുന്നത്. അപ്പോ ഇതുപോലെയുള്ള ഈ യമണ്ടൻ ചോദ്യം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചോദിച്ചു വെക്കുന്നത് സത്യത്തിൽ യമണ്ടൻ അല്ല, വെറും മണ്ടൻ ചോദ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് ഇറക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒന്നാമത്തെ കാര്യം അത്. ഇനി ഇവിടെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു തരത്തിലും വഖഫിന് ഇങ്ങനെ ഒന്നുമില്ല, പാവങ്ങളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു കാര്യസ്ഥന്റെ റോള് മാത്രമേ ഉള്ളൂ ഈ വഖഫ് എന്നുണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ വഖഫിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിനെ പ്രതിദാനം ചെയ്യുന്ന മന്ത്രിമാരും ഈ മുൻപത്തെ ആളുകളെ കുടിയേറ്റക്കാർ എന്ന വാക്ക് ഉപയോഗിച്ച് അവർ വിശേഷിപ്പിച്ചത്? നിങ്ങൾ അതിന് ഉത്തരം പറയണം. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിക്കാൻ അവർക്ക് അധികാരം കിട്ടുന്നത്? ഏത് വകുപ്പ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് അധികാരം കിട്ടുന്നത്? നിങ്ങൾ പറയണം. അതിലേക്കാണ് ഇവിടെ ചർച്ച കൊണ്ടുപോകേണ്ടത്. ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് ഇൻഡിവിജ്വലിന്. ആ ഇൻഡിവിജ്വലിനുള്ള പ്രോപ്പർട്ടി റൈറ്റ് അത് അവിടെ എന്താ പറയാ, നമ്മുടെ സംസ്ഥാനത്തിനായാലും നമ്മുടെ സെൻട്രലിനായാലും അവരുടെ പ്രോപ്പർട്ടി എടുക്കാനുള്ള അധികാരമുണ്ട്, ശരിയാണ്. എന്നാൽ പോലും അവർക്ക് അത് ക്രയവിക്രയം നടത്തി
ഒരു നാഷണൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അവിടെ നാഷണൽ ആവശ്യം പ്രിഫറൻസ് കൊടുക്കുന്നതൊക്കെ ഇവിടെ വരുമ്പോൾ പോലും അപ്പോഴും അവിടെ വ്യക്തിക്ക് അതിന്റെ അധികാരം അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പരിധി വരേക്കെങ്കിലും. അതിനെ പോലും നശിപ്പിക്കുന്ന രീതിയിലല്ല ഈ വഖഫ് നിയമം നിൽക്കുന്നത്. അവിടെയല്ല ഈ ഭരണഘടനാ വിരുദ്ധം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഇവിടെ കമ്പാരിസൺ കൊണ്ടുവന്നു, ഇവിടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ അവിടുന്ന് ഒഴിച്ചു വിടാനെന്ന രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ബോർഡ് തന്നെ ആയാലും ഏത് സംസ്കൃത പേര് വെച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് ഇറങ്ങി പോകും മക്കളെ എന്ന് പറയാനേ പറ്റുള്ളൂ, ഇറക്കി വിടാൻ കഴിയില്ല. കാരണം എന്താണ്, അതിന്റെ അമിത അധികാരം, വഖഫിനുള്ള തരത്തിലുള്ള അമിത അധികാരം ആ പറയുന്ന ബോഡിക്കില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വഖഫ് ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അവർക്ക് കരമടയ്ക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുന്നിടത്ത് അവർ ഓൺ ദ സ്പോട്ട് ഇവിടെ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു. ആ തരത്തിലുള്ള ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കമ്പാരിസൺ നടത്താൻ എവിടുന്നാണ് ഇത്രമാത്രം ഉളുപ്പ് കിലോ കണക്കിന് കിട്ടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ സാധിക്കുന്നു ഇതുപോലുള്ള ഓഞ്ഞ കമ്പാരിസൺ കൊണ്ടുവരാൻ? ഇതാണ് ഇവിടുത്തെ നിങ്ങൾ ചെയ്യുന്നതിലുള്ള ഈ തുറപ്പമണി എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഇനി ഇവിടെ ഇതുപോലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഇനി ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പോലും നമ്മൾ അവിടെ കാണുന്നത് എന്താണ്, ആളുകൾ വീണ്ടും അവിടെ കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ ഒരു വശത്ത് ഇരുന്നിട്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വഖഫ് ബോർഡ്, അതല്ല എന്ന് പറയുന്ന മറ്റൊരാൾ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഇത് വഖഫ് ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള തീരുമാനം മാറ്റി അത് അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകൾ, കരം ഇത്ര നാളും അടച്ച ആളുകൾ എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള അവകാശം വകവെച്ച് കൊടുക്കേണ്ട വഴിയല്ലേ ഇവിടെ തേടേണ്ടത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അത് തെറ്റായ ഒരു പ്രവണത എന്ന് മാത്രമല്ല ഇവിടെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ബിഷപ്പുമാരെ അനുനയിപ്പിക്കണത്? ബിഷപ്പുമാരല്ലല്ലോ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്, വഖഫല്ലേ. അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ നോട്ടീസ് കൊടുത്ത് ഇത് വഖഫാണ്, തിരിച്ചു പിടിക്കണം, അവർ കുടിയേറ്റക്കാരെന്നൊക്കെ വിളിച്ച് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അനുനയിപ്പിക്കാൻ ചെല്ലുന്നത് ഈ ബിഷപ്പുമാരെ. നിങ്ങൾ അനുനയിപ്പിക്കേണ്ടത് ആരെയാണ്? കുത്തു കൊണ്ടവനെയാണോ അനുനയിപ്പിക്കേണ്ടത്, അതോ കുത്താൻ വന്നവനെയാണോ നിങ്ങൾ അനുനയിപ്പിക്കേണ്ടത്? നിങ്ങൾ ആദ്യം അത് പറയൂ. ഇവിടെ അനുനയിപ്പിക്കേണ്ടത് വഖഫ് ബോർഡിനെയാണ്. ഇവിടെ അനുനയം നിങ്ങൾ നടത്തി വഖഫിനെയാണ് അവിടെ പിൻവലിപ്പിക്കേണ്ടത്. അവരുടെ തീരുമാനമാണ് അത് വിട്ട് തിരിച്ചെടുപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾ പറയുന്നു ഇത് വലിയ എന്തോ മതത്തിന്റെ എന്തോ ഉന്നതമായ സാമാനങ്ങളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അമിതമായ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇതേപോലുള്ള അവകാശം കൊടുക്കണം, ദേവസ്വം ബോർഡിന് കൊടുക്കണം, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവരും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വഖഫ് ഭൂമി ഉണ്ടാവില്ല, ഇവിടെ ദേവസ്വം മാത്രമേ കാണുള്ളൂ. കാരണം എന്താണ്, ഇവിടെ അവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാനും കഴിയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സാധനമൊക്കെ പിരിച്ചു വിടേണ്ടി വരും. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ പൊതു നിയമങ്ങളും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈൻഡിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മതത്തിന്റെ കുപ്പായം പച്ച ബെൽറ്റോ ഒക്കെ ഇട്ടിട്ട് വരൂ, നമുക്ക് എല്ലാവർക്കും വാളും പരിചയമായിട്ട് മാമാങ്കം കളിക്കാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിൽ ഒരു പൊതു നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓരോ മതത്തിനും വീതിച്ചു കൊടുക്കുക, എന്നിട്ട് വാ നമുക്ക് കൂട്ടി ഇടിച്ച് ഇതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഇതെന്ത് സന്ദേശമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതല്ല വേണ്ടത്. ഇവിടെ അമിതാധികാരങ്ങളുണ്ട്, ഇവിടെ തുല്യത, അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ചില പ്രിഫറൻസുകൾ, ചില ഫേവറിറ്റിസം, ചില സോഫ്റ്റ് ബിഗോട്ടറി ഇവിടെ ഉണ്ട്. അത് അവസാനിപ്പിക്കണം. അതിനെയാണ് നമ്മൾ പറയേണ്ടത്. അവിടെ നിങ്ങൾക്ക് നെഹ്റുവിന്റെ മതമോ അതല്ലെങ്കിൽ അവരുടെ വല്യാപ്പാടെ മതമോ അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ വിഷയം ഈ പ്രീണനം, അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്ന സമയം, അതിനുവേണ്ടി എടുക്കുന്ന ചില തെറ്റായ നയങ്ങൾ, അതാണ് ഇവിടെ വിഷയം. അത് കാലങ്ങളായിട്ടുണ്ട്. ഇനി ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്നതാണെന്നും ഞാൻ പറയുന്നില്ല, ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്, ഇതുപോലെ ഒരു വിക്ടിം കാർഡ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതി അത് ഇസ്ലാമിനുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും എനിക്ക്. കാരണം എന്താണ്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇവിടെ കണ്ടെത്തിയത് ഈ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ട്. എന്ത് തോന്നിയാസം ചെയ്തിട്ടും അതിനെ എതിർത്താൽ ഉടനെ വിക്ടിം ആ ഒരു വാക്കങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടില്ല. നല്ല അസലൊരു പരിചയ പോലും ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതൊന്നും ഇന്ന് എവിടെയും ചെലവാകുന്നില്ല, എല്ലാം ചീറ്റിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം. നിങ്ങൾ ഈ തരത്തിലുള്ള മണ്ടൻ വാദങ്ങൾ വെച്ചിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സംസാരിച്ച് തീരേണ്ട ഒരു ചർച്ചയിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയത് നെഹ്റുവിന്റെ വല്യാപ്പാടെ മടിയിലേക്കാണ്. അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കണമൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. സലീം അടവൂരിനോട് കൃത്യമായിട്ടുള്ള എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ വഖഫിന് അങ്ങനെ ഒരു സ്വത്ത് അവകാശമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ് മുൻപത്തെ ജനങ്ങളെ ഈ എന്താണ് അവിടെ കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതിന് നിങ്ങൾ ഒരു ഉത്തരം പറയും. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്, മറുപടി പറയാം.